കണ്ണൂരിലേക്ക് മട്ടന്നൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി സർജനും സ്ഥലത്തെത്തി കഴിഞ്ഞു. കൊളപ്പ പ്രദേശത്താണ് ദൗത്യം നടക്കുക. ഈ കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊളപ്പ പ്രദേശത്താണ് ഈ ദൗത്യം അരങ്ങേറുക. ഈ കാട്ടുപോത്താണ് അപകടകാരിയായിട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങിയതും ജനങ്ങൾക്ക് അവരുടെ സ്വൈര്യം കെടുത്തിയതും. അരുൺ പൂപ്പറം വച്ചിരുന്നു. അരുൺ, കാട്ടുപോത്തിൻ്റെ കഥ പറയും. എസ് കെ, ഞാനിപ്പോൾ ഈ ദൗത്യം നടക്കുന്ന മേഖലയിലാണുള്ളത്. കൊളപ്പ, അതായത് ഈ മട്ടന്നൂരിൽ നിന്നും ഇരിക്കൂറിലേക്ക് പോകുന്ന പാതയിൽ അവിടെയാണ്. ഇതൊരു ജനവാസ മേഖല കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മട്ടന്നൂർ മേഖലയിൽ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ അല്പം ആശങ്ക വിതച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്കും അതോടൊപ്പം തന്നെ റോഡിലൊക്കെ ഇറങ്ങിയ കാട്ടുപോത്താണ് ഇപ്പോൾ ഇവിടെ അതിനെ തുരത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെ, സർജൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വെറ്ററിനറി സർജനായിട്ടുള്ള ഇല്യാസ് റാവുത്തർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഇപ്പോൾ ദൗത്യം മുന്നോട്ട് പോകുന്നത്? നമ്മൾ ഓപ്പറേഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് ആനിമൽ ഇന്നലെ അടുത്തുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ക്രേറ്റ് ഉണ്ടാക്കാനും മറ്റൊക്കെ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഫേസിലായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം രാത്രിയുടെ അടുത്തു. ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് അതിൻ്റെ ഫ്രഷ് ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫ് അതിൻ്റെ പുറകെ തന്നെ ഉണ്ട്, ട്രാക്കേഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ട്രാക്കിൽ ഈ പ്രദേശത്ത് തന്നെയാണോ ഇപ്പോൾ നിൽക്കുന്നത്? ഇതിനോട് അടുത്ത് തന്നെയാണ് നമുക്ക് ഫ്രഷ് ട്രാക്ക് കിട്ടിയിട്ടുള്ളത്. അതെ, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മയക്കുവെടി വെക്കുക, അതന്നെയാണ് അടുത്ത് നടക്കുന്നത്. നമുക്ക് നമുക്ക് ഒരു പറ്റിയ ടെറൈനും കൂടെ ആവണം. പറ്റിയൊരു ടെറൈനിലേക്ക് ആനിമലിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ചെയ്യണം. നമുക്ക് ഇപ്പോൾ അല്പം മഴയുണ്ട്, അതെന്തെങ്കിലും തരത്തിൽ പ്രതികൂലമാണ്? നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. കുറച്ച് ക്ലൗഡിയായിട്ട് നിൽപ്പുണ്ട്. ബെറ്ററാണ് ആക്ച്വലി അനസ്തേഷ്യ ചെയ്യാനായിട്ട്. നല്ല ചൂടിനെക്കാട്ടും നല്ലത് ബെറ്റർ ഇതാണ്. ശേഷം ഇതിനെ ട്രീറ്റ്മെൻറ്റ് നമ്മളിതിനെ റിലീസ് ചെയ്യാനാണ്, നമുക്ക് നിയർ ബൈ സാങ്ച്വറിയിലേക്ക് റിലീസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ ഈ കാട്ടുപോത്തുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം മയക്കുവെടി വെക്കും. അതിനുശേഷം അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നൽകും. പിന്നീട് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക്, ഈ കാട്ടുപോത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക്, വനത്തിലേക്ക് തുറന്നു വിടും എന്നതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.